ഈ വീഡിയോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എർത്തിങ് സിസ്റ്റത്തിനെ പറ്റി വിശകലനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ജനറലി പറയാറുള്ള സിസ്റ്റം എർത്തിങ് അറേഞ്ച്മെൻറ്റ് SE എന്നൊക്കെ വിളിക്കാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിനും സ്വത്തുക്കൾക്കും പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടി ആണ്. പ്രോപ്പർട്ടി സ്വത്തുകൾ ഇൻ ദ സെൻസ് നമ്മുടെ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്വത്ത്, അതിന് എന്തെങ്കിലും ഡാമേജ് വന്നാൽ അതോടെ ബാക്കിയുള്ളതും ബാധിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സെൻസിലാണ് പറയുന്നത്. അപ്പോൾ അതാണ് എർത്തിങ് പ്രൊട്ടക്ഷൻ എന്നുള്ള മീൻ ചെയ്യുന്നത്. അപ്പോൾ എർത്തിങ് ശരിക്കും പറഞ്ഞാൽ IEC ഇൻ്റർനാഷണൽ കോഡ് പ്രകാരമുള്ള അതിൽ 3 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്: TN, TT, IT സിസ്റ്റം എന്നുള്ളത്. അപ്പോൾ ഈ 3 സിസ്റ്റം ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ മിക്ക എർത്തിങ്ങുകളും വരുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിന് ഓരോ ടൈപ്പ് സിസ്റ്റം നമ്മൾ സെലക്ട് ചെയ്യണം. അവിടുത്തെ ആവശ്യകത അനുസരിച്ച് ചെയ്യുന്ന ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ചിട്ട് ആണ് നമ്മൾ സെലക്ട് ചെയ്യണത്. പിന്നെ അവിടുത്തെ ഇലക്ട്രിക്കൽ സപ്ലൈയുടെ അവൈലബിലിറ്റി, അതിൻ്റെ സ്ട്രെങ്ത്തും ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ എർത്തിങ്ങിൻ്റെ ആവശ്യം എന്താണ്? ഫാൾട്ടുകൾ സംഭവിക്കുന്നതുകൊണ്ടാണ് എർത്തിങ് കൂടുന്നത്. ഫാൾട്ടുകൾ സംഭവിക്കാൻ പല കാരണങ്ങളുണ്ടാകും. അപ്പോൾ അതിൽ കണ്ടക്റ്റീവ് വയേഴ്സ് അല്ലെങ്കിൽ ലൈവ് പാർട്സും നമ്മുടെ കണ്ടക്റ്റിംഗ് അല്ലാത്ത കണ്ടക്റ്റീവ് ടൈപ്പായിട്ടുള്ള പാർട്ടുമായിട്ട് എക്സ്പോസ് ആവുന്ന ഒരവസ്ഥ. അതായത് നമ്മുടെ വയർ അല്ലെങ്കിൽ ഒരു പാനലിലേക്ക് മുട്ടുന്നോ അല്ലെങ്കിൽ ഒരു എന്തിൻ്റെങ്കിലും ബോഡിയിലേക്ക് ടച്ചായി നിൽക്കുന്ന ഒരു പ്രോസസ്സിലാണ് ഈ ഫാൾട്ടുകൾ സംഭവിക്കുന്നത്. അതിൽ ഇൻസുലേഷൻ ഫാൾട്ട് സംഭവിക്കുന്നത് എന്തെങ്കിലും ഇൻസുലേഷൻ നഷ്ടപ്പെട്ടതിന് ശേഷം ഈ പറഞ്ഞ കണ്ടക്റ്റീവ് പാർട്ട് ആവശ്യമില്ലാത്തൊരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള പാർട്ടിലേക്ക് ടച്ച് ആകുന്ന ഒരു കേസിലാണ് സംഭവിക്കുന്നത്. ഇൻസുലേഷൻ ബ്രേക്കേജ് വരാൻ പല കാരണങ്ങളുണ്ടാകും. ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിലുള്ള എന്തെങ്കിലും നമ്മുടെ മെക്കാനിക്കലായിട്ടുള്ള എന്തെങ്കിലും വിഷയം കൊണ്ടോ ഫാൾട്ട് സംഭവിക്കാം. പിന്നെ ഇപ്പോൾ കേബിളൊക്കെ വർഷങ്ങളോളം മണ്ണിനടിയിൽ ഇതിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഇൻസുലേഷൻ ഡിറ്റീരിയറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഓപ്പറേഷൻ ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ അകത്ത് കൂടിയുള്ള അധികമായിട്ടുള്ള കറണ്ട് ഫ്ലോ ചെയ്ത് ഇതിൻ്റെ ഇൻസുലേഷൻ ഒരുക്കി പോകുക, അങ്ങനെയുള്ള രീതിയിൽ ഡ്യൂറിങ് ഓപ്പറേഷനിൽ സംഭവിക്കാം. പിന്നെ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് മണ്ണും തരിയും അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ടൈപ്പ് എന്തെങ്കിലും തരികളൊക്കെ കയറി വരുന്നാൽ അത് വഴി ഷോർട്ടിങ് സംഭവിക്കാം അല്ലെങ്കിൽ ഫാൾട്ട് സംഭവിക്കാം. പിന്നെ വർഷങ്ങളോളം വെയിലത്തും മഴയത്തൊക്കെ കിടന്ന് അതിൻ്റെ ഇൻസുലേഷൻ ഏജിങ് ആയിട്ടും ക്ലൈമറ്റ് കാരണം ഈ പറഞ്ഞ ഇൻസുലേഷൻ നഷ്ടപ്പെടുകയും അതിൻ്റെ ഫാൾട്ട് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇലക്ട്രോ ഡൈനാമിക് ഫോഴ്സ് ഡ്യൂറിങ് ഷോർട്ട് സർക്യൂട്ട് വഴി ഉണ്ടാകുന്ന ഇലക്ട്രോ ഡൈനാമിക് ആയിട്ടുള്ള ഡാമേജ്, പെട്ടെന്ന് ഇങ്ങനെ ഒരു ഹൈ കറണ്ട് പാസ് ചെയ്യുന്ന രീതിയിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇൻസുലേഷൻ നഷ്ടപ്പെടാം. പിന്നെ സ്വിച്ചിങ് ആൻഡ് ലൈറ്റനിങ് സർജസ്, നമ്മുടെ ഇടിവിൻ്റെ കാരണമൊക്കെ ഉള്ള സംഭവിക്കാം. പിന്നെ 50 Hz വോൾട്ടേജ് സർജസ്, അതായത് 50 Hz ആണ് നമ്മുടെ നോർമൽ ഫ്രീക്വൻസി, അതിനേക്കാളും കൂടുതലുള്ള ഫ്രീക്വൻസി വന്നുള്ള ഫാൾട്ട് വഴിയും ഇൻസുലേഷൻസ് ഡാമേജ് സംഭവിക്കാം. ഇപ്പോൾ നോർമലി ഇത് ഇങ്ങനെ പറഞ്ഞ പലതിൻ്റെ കോമ്പിനേഷൻസ് ആയിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ഫാൾട്ടുകൾ സംഭവിക്കാവുന്നത്. ഇപ്പോൾ ജനറലി പറയും ഫാൾട്ടിനെ 2 മോഡായിട്ട് പറയാം. ഡിഫറൻഷ്യൽ മോഡ് ഫാൾട്ട് എന്ന് വിളിക്കുക. അതിൽ അതായത് 2 ലൈവ് കണ്ടക്ടേഴ്സ് തമ്മിലുണ്ടാകുന്ന ഫാൾട്ടിനെ ഈ പറഞ്ഞ ഡിഫറൻഷ്യൽ മോഡ് എന്ന് വിളിക്കാം. കോമൺ മോഡ് ഫാൾട്ട് എന്ന് പറയുമ്പോൾ അത് ലൈവ് കണ്ടക്ടറും ഒരു എക്സ്പോസ്ഡ് പാർട്ടോ അല്ലെങ്കിൽ എർത്തുമായിട്ടോ സംഭവിക്കുന്നതിലാണ് ഈ കോമൺ മോഡ് ഫാൾട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ കോമൺ മോഡ് ഫാൾട്ട് ഒരു സീറോ സീക്വൻസ് ഫാൾട്ട് എന്ന് വിളിക്കാറുണ്ട്. അത് ആ ഒരു ഫാൾട്ട് നമ്മുടെ പ്രൊട്ടക്റ്റീവ് കണ്ടക്ടർ കൂടി ഫ്ലോ ചെയ്യും. അതായത് ആ ഫാൾട്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്ന കറണ്ട് ഈ പ്രൊട്ടക്റ്റീവ് കണ്ടക്ടർ കൂടി ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫാൾട്ടിനെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ മിക്ക ലോ വോൾട്ടേജ് അല്ലെങ്കിൽ പാനൽസിലൊക്കെ എല്ലാം നമ്മൾ എർത്തിങ് ചെയ്യുന്നത്. ഇത് മോസ്റ്റ്ലി ഒക്കെ അറിയുന്നത് നമ്മുടെ ലോഡിലോ അല്ലെങ്കിൽ കേബിൾസിലൊക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ ഇതിൽ റിസ്ക് എന്താണെന്നുള്ളതാണ് ഒരു അസസ്മെൻറ്റാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. 1 ആംപിയറിൻ്റെയൊക്കെ ഒരു ഫാൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 75 മില്ലി ആംപിയറൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊരു ഹൃദയമിടിപ്പ് പെട്ടെന്ന് തെറ്റിപ്പോകുന്ന ഒരവസ്ഥ വരാം. 30 മില്ലി ആംസിൻ്റെ ഒക്കെ ആണെങ്കിൽ പെട്ടെന്നൊരു ശ്വാസം നിലച്ച് പോകാനുള്ള അവസ്ഥയുണ്ട്. 10 മില്ലി ആംസ് ആണെങ്കിൽ നമ്മുടെ മസിലൊന്ന് മരവിച്ച് പോകാനുള്ള ഒരവസ്ഥയും. 0.5 ഒക്കെ ആണെങ്കിൽ ചെറിയൊരു തരിപ്പ് പോലെ ഒരു സെൻസേഷൻ പോലെയൊക്കെയാണ് ഉണ്ടാവും. അപ്പോൾ 1 ആംപിയറൊക്കെ മതി നമുക്ക് നമ്മുടെ കാര്യം തീരുമാനമാകുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പാർട്ട്.
പിന്നെ അതുകൂടാതെ തീ പിടിക്കാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. ഭയങ്കര എക്സസീവ് ടെമ്പറേച്ചർ റൈസ് വന്നിട്ട് നമ്മുടെ ഇൻസുലേഷൻ കത്തുകയും ഫയർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഫാൾട്ടി പാർട്ട് എത്ര മട്ടിന് ഡിസ്കണക്ട് ചെയ്ത് ആളുടെ ലോസോ അല്ലെങ്കിൽ ആളുടെ ലോസ് നമ്മൾ തടയുകയാണ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിൻ്റെ ഡാമേജ് നമ്മൾ ഏറ്റവും പെട്ടെന്ന് തടയുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറൊരു പ്രശ്നം സംഭവിക്കുന്നത്, പെട്ടെന്ന് അവിടെയുള്ള ലൈറ്റുകൾ അറിയാമല്ലോ, നമുക്ക് കറണ്ട് പോകുമ്പോൾ ലൈറ്റ് ഇല്ലാതാവുന്നു. അവിടെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓഫായി പോകുന്നു. ഇപ്പോൾ ഒരു ഫാക്ടറിയിലൊക്കെ ഇങ്ങനെയൊക്കെ പെട്ടെന്നെല്ലാം നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പ്രൊഡക്ഷൻ നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ കുറേ പൈസ നഷ്ടമാണ്. മണിക്കൂറിന് എത്ര രൂപ എന്നുള്ള രീതിയിലായിരിക്കും അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഭയങ്കര വലിയ ഫാൾട്ടാണ് ഇത് സംഭവിക്കുന്നത്. നമ്മുടെ ലോഡുകൾ അല്ലെങ്കിൽ അവിടുത്തെ എക്യുപ്മെൻറ്റ്സിനെ വരെ ബാധിക്കും. അതിൻ്റെ റിപ്പയറിങ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഹൈ ആവും, അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഭയങ്കര ഹൈ ആയി പോകും. പിന്നെ ഭയങ്കരമായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള പല ഡിവൈസസിലും ഈ ഫാൾട്ട് കറണ്ട് കയറി ഇറങ്ങി കഴിയുമ്പോൾ അത് അടിച്ചു പോകാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പം നമ്മൾ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞു നമ്മളപ്പോൾ പല സിസ്റ്റംസ് യൂസ് ചെയ്യുന്നു, IT സിസ്റ്റം, TT സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു മീനിങ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ IEC സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ഇത് വരുന്നത്. ഇൻ്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മിറ്റിയുടെ സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണ് 60364 പ്രകാരമാണ് ഇതിൻ്റെ എർത്തിങ്ങിൻ്റെ ഇതിനെപ്പറ്റി ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിൽ മെയിൻലി ഡിഫൈൻ ചെയ്യുന്നത് അറേഞ്ച്മെൻറ്റിന് LV, അതായത് എർത്തിങ് ഓഫ് സെക്കൻഡറി ഓഫ് HV/LV ട്രാൻസ്ഫോമേഴ്സും അതിൻ്റെ എർത്തിങ് ഓഫ് കണ്ടക്റ്റീവ് പാർട്സ് ഓഫ് ദ ഇൻസുലേഷനാണ് ഇത് ഈ പറഞ്ഞ IEC സ്റ്റാൻഡേർഡിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ എർത്തിങ് സിസ്റ്റത്തിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ലെറ്ററാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ലെറ്റർ കണക്ഷൻ ഓഫ് ട്രാൻസ്ഫോമർ ന്യൂട്രലാണ് വരുന്നത്. അപ്പോൾ T ഫോർ എർത്തും I ഫോർ അൺഎർത്തിലുമാണ്. I എന്ന് വെച്ചാൽ T എർത്തിലും I മീനിങ്സ് ഐസൊലേറ്റഡ്, എർത്ത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സെക്കൻഡ് ലെറ്റർ, അതായത് ഫസ്റ്റ് ലെറ്റർ ന്യൂട്രൽ എർത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും, സെക്കൻഡ് ലെറ്റർ കണ്ടക്റ്റീവ് പാർട്ട് ഓഫ് ദ ഇൻസുലേഷൻ എർത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി എർത്ത് ചെയ്തിട്ടുണ്ട്, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രലിലേക്കാണ് കൊടുത്തേക്കുന്നത് ഉള്ളൊരു മീനിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ പ്രകാരമാണ് നമുക്ക് TT, TN, IT എന്നൊക്കെ പറഞ്ഞുള്ള സിസ്റ്റംസ് വരുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രൽ വരുമ്പോൾ TO IO വരും. അപ്പോൾ നമുക്ക് TT, TN, IT എന്ന് പറഞ്ഞ അതൊരു കണ്ടക്റ്റീവ് പാർട്സ് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ T or N അല്ലെങ്കിൽ T എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇതാണ് മിക്ക ആൾക്കാർക്ക് എർത്തിങ്ങിൻ്റെ ഇത് കൺഫ്യൂസിങ് വരാനുള്ളത്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ TT സിസ്റ്റം എങ്ങനെയാണെന്ന് ഇതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഫസ്റ്റ് ലെറ്റർ എന്താ ഉദ്ദേശിക്കുന്നത്, ന്യൂട്രൽ എർത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നാണ്. ന്യൂട്രൽ ഡയറക്റ്റ്ലി എർത്ത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് സെക്കൻഡറി സൈഡിൽ ന്യൂട്രൽ ഡയറക്റ്റ്ലി എർത്ത് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് കണ്ടക്ടർ ഡയറക്റ്റ് എർത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ പ്രൊട്ടക്റ്റീവ് കണ്ടക്ടർ യൂസ് ചെയ്തിട്ടുണ്ട്, അത് ഡയറക്റ്റ് എർത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് TT. അപ്പോൾ എർത്തുമായിട്ട് ഡയറക്റ്റ് സമ്പർക്കം വരുന്ന ഒരു ഭാഗത്ത് T എന്ന് പറഞ്ഞ് ഉപയോഗിക്കും. ഇനി നമുക്ക് IT സിസ്റ്റം നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് കാണാം ന്യൂട്രൽ ഫസ്റ്റ് ലെറ്റർ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, നമ്മുടെ ന്യൂട്രൽ എർത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ന്യൂട്രൽ ഇതിൽ എർത്ത് ചെയ്തിട്ടില്ല. നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡാണ് ഇത്. HV/LV എന്ന് എഴുതിയിരിക്കുന്നത് സെക്കൻഡറി സൈഡാണ്. അതിൽ ന്യൂട്രൽ ഐസൊലേറ്റഡ് ആണ്. അപ്പോൾ അതാണ് I ഡിനോട്ട് ചെയ്യുന്നത്. സെക്കൻഡ് സെറ്റിൽ കാണാം 1, 2, 3 3 ഫേസ് ന്യൂട്രലുണ്ട്. പിന്നെ പ്രൊട്ടക്റ്റീവ് കണ്ടക്ടറുണ്ട്. ഈ പ്രൊട്ടക്റ്റീവ് കണ്ടക്ടർ ഡയറക്റ്റ്ലി എർത്ത് ചെയ്ത്, അതായത് എക്സ്പോസ്ഡ് കണ്ടക്ടർ പാർട്ട് ഡയറക്റ്റ്ലി എർത്ത് ചെയ്ത് എന്നാണ് മീൻ ചെയ്തിരിക്കുന്നത്. ECP എന്ന് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ഈ സിസ്റ്റം നോക്കാം, TN സിസ്റ്റം. TN സിസ്റ്റത്തിൽ ഫസ്റ്റ് T എന്ന് ഡിനോട്ട് ചെയ്യുന്നത് നമ്മുടെ ന്യൂട്രൽ എർത്ത് ചെയ്തേക്കുന്നത്, ന്യൂട്രൽ ഇവിടെ ഡയറക്റ്റ്ലി എർത്ത് ചെയ്യുന്നത്. സെക്കൻഡ് സിസ്റ്റം ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ പ്രൊട്ടക്റ്റീവ് കണ്ടക്ടർ എർത്തുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഒരു അവസ്ഥയാണ് N എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ന്യൂട്രലായിട്ട് പ്രൊട്ടക്റ്റീവ് കണ്ടക്ടർ കണക്റ്റ് ആവുന്ന ഒരവസ്ഥയാണ് വരുന്നത്. നേരത്തേലൊന്നും ന്യൂട്രലായിട്ട്, ഇതിലും ന്യൂട്രലായിട്ട് കണക്ഷൻ വരുന്നില്ല. ഇതിൽ പ്രൊട്ടക്റ്റീവ് കണ്ടക്ടർ ന്യൂട്രലായിട്ട് കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ
അതിൽ തന്നെ ഈ ടി എൻ സിസ്റ്റം തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ടി എൻ സി സീൻ്റെ അകത്ത് എന്താ നോക്കാം, ന്യൂട്രൽ ആൻഡ് പ്രൊട്ടക്റ്റീവ് കണ്ടക്ടേഴ്സ് കമ്പൈൻഡ് ആണ്. കാരണം പ്രൊട്ടക്റ്റീവ് കണ്ടക്ടറും ന്യൂട്രലും കമ്പൈൻഡ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈ കേസിൽ ടി എൻ സി കമ്പൈൻഡ്, ടി എൻ സി ന്യൂട്രലും പ്രൊട്ടക്റ്റീവ് കണ്ടക്ടറും കമ്പൈൻഡ് ആണ്. ഇതിൽ ആ ന്യൂട്രൽ തന്നെയാണ് ഇവിടെ പ്രൊട്ടക്റ്റീവ് കണ്ടക്ടറിലായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ സൈഡിൽ ഇത് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സി എന്ന് പറയുന്ന പാർട്ട് നമ്മുടെ ടി എൻ എസിൽ പ്രൊട്ടക്റ്റീവ് കണ്ടക്ടർ വേറെ വരുന്നുണ്ട്, സെപ്പറേറ്റ് കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് എസ് എന്ന് പറയുന്നത്. എന്നിട്ട് അത് ന്യൂട്രൽ വേറെ സെപ്പറേറ്റ് ഉണ്ട്. ഈ രണ്ടും സെപ്പറേറ്റ് ഒരു വര കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സൈഡിൽ നോക്കിയാൽ അതായത് നമ്മുടെ ഈ ഡോട്ടഡ് ലൈനിൻ്റെ ഇപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ 1, 2, 3 എന്ന് പറഞ്ഞ ലൈനും ഒരു ന്യൂട്രൽ കണ്ടക്ടറുള്ളൂ. അത് തന്നെയാണ് പ്രൊട്ടക്റ്റീവ് കണ്ടക്ടർ യൂസ് ചെയ്യുന്നത്. വേറെ ഈ ടി എൻ എസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് 1, 2, 3 N B അങ്ങനെ ന്യൂട്രൽ സെപ്പറേറ്റ്, ബി സെപ്പറേറ്റും വരുന്നുണ്ട്. പിന്നെ ഇത് ടി എൻ സി എസ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാറുണ്ട്. ടി എൻ സി എസിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടി എൻ സി അതായത് കമ്പൈൻഡ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഈ കാണിച്ച ഫിഗർ തന്നെ അതിനൊരു എക്സാമ്പിളാണ്. ഈ ഒരു ഏരിയയിൽ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ടി എൻ സി രണ്ടും കമ്പൈൻഡ് ആണ്. കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്കും, അതാണ് ഇവിടെ ഡോട്ടഡ് ലൈൻ കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്കും അത് ടി എൻ എസ് ആയിട്ട് മാറുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ളത് മാറുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. ഇത് മൊത്തത്തിൽ റീഡ് ചെയ്യുകയാണെങ്കിൽ ഇത് കമ്പൈൻഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. ടി എൻ സി എസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ്. അപ്പോൾ ഇതിൽ ടി എൻ സി എന്തായാലും ഡൗൺ ആയിട്ടുള്ള സൈഡിൽ പാടുള്ളൂ. ഫസ്റ്റ് ടി എൻ എസ് ആയിരിക്കണം, എന്നിട്ട് നമുക്ക് സെപ്പറേറ്റ് ആക്കണമെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ആക്കാം. അപ്പോൾ ടി എൻ എസ് ഈസ് നോട്ട് ദ ടി എൻ എസ് ഈസ് കമ്പൽസറി ഫോർ സിസ്റ്റം വിത്ത് കണ്ടക്ടേഴ്സ് ഓഫ് ക്രോസ് സെക്ഷൻ 10 mm². ടി എൻ എസ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇത് യൂസ് ചെയ്യുന്ന 10 mm² കണ്ടക്ടർ സൈസ് വരുന്ന പ്രൊട്ടക്റ്റീവ് കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു എക്സാമ്പിളാണ് കാണിച്ചത്. എക്സാമ്പിൾ ഓഫ് സിംപ്ലിഫൈഡ് എർത്ത് ലീക്കേജ് കറണ്ട് കാൽക്കുലേഷൻ. അതായത് എർത്ത് ലീക്കേജ് കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യും എന്നുള്ളൊരു ഉദാഹരണമാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിലൊരു കോമൺലി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലീക്കേജ് കറണ്ട് എപ്പോഴും സോഴ്സിലേക്ക് ഫ്ലോ ചെയ്യുന്നുള്ളൊരു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ ആയിരിക്കും, ഒരു ജനറേറ്റർ ആയിരിക്കും, അതായത് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ സൈഡ് ഇതിലായി മിക്കവാറും ഒരു ട്രാൻസ്ഫോമർ ആയിരിക്കും, അല്ലെങ്കിൽ ജനറേറ്റിംഗ് പാർട്ടായിരിക്കും അതിൻ്റെ സോഴ്സ്. ഇപ്പോൾ ടി സിസ്റ്റം രണ്ട് സൈഡ് എർത്ത് ചെയ്തേക്കുന്ന സിസ്റ്റം, സെപ്പറേറ്റ്ലി എർത്ത് ചെയ്തേക്കുന്ന ആ ഒരു സിസ്റ്റത്തിൽ ഫാൾട്ട് സംഭവിക്കുമ്പോൾ പ്രൊട്ടക്റ്റീവ് കണ്ടക്ടർ വഴി അത് എർത്തിലേക്ക് പോകുന്നു. അതാണ് ഐ ഡി എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത്. അപ്പോൾ എർത്ത് വഴി അത് ന്യൂട്രലിൽ കൂടെ കയറി ഇങ്ങനെ തിരിച്ചുകൊണ്ട് ഒരു സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസസ് ആ ലൈനിൽ ഇടുമ്പോഴത്തേക്കും, അതായത് ഇതിൽ സംഭവിച്ച ലൈൻ 3യും പ്രൊട്ടക്റ്റീവ് കണ്ടക്ടറും തമ്മിലൊരു ഫാൾട്ടായിരിക്കും സംഭവിച്ചേക്കുന്നത്. അപ്പോൾ അത് കൂടെ ലൈനിൽ കൂടെ ഫ്ലോ ചെയ്ത് അത് പ്രൊട്ടക്റ്റീവ് കണ്ടക്ടർ വഴി എർത്തിൽ പോയിട്ട് തിരിച്ചത് സോഴ്സിൽ കൂടെ കയറി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യാനുള്ള കണ്ടിന്യൂസ് ആവില്ല, അതിന് മുമ്പ് റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസസ് ട്രിപ്പ് ചെയ്യാനുള്ള ആക്ഷൻസ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഇതിൽ എക്സാമ്പിൾ കാണിച്ചത്. അപ്പോൾ 230 വോൾട്ടാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ 5 ohms നമ്മുടെ ലൈനിൻ്റെ റെസിസ്റ്റൻസും അടുത്ത 5 ohms ഈ എർത്തിൻ്റെ റെസിസ്റ്റൻസും അതും കൂടി കൂട്ടിയിട്ട് അവിടെ 23 amps വരുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിലെ കറണ്ട് ഫ്ലോ ജസ്റ്റ് നോക്കി വെച്ചേക്കുക. അപ്പോൾ ഈ കേസിൽ നമ്മുടെ പ്രൊട്ടക്റ്റീവ് കണ്ടക്ടറും ന്യൂട്രലും കൂടി കമ്പൈൻഡ് ആയതുകൊണ്ട് അതിൻ്റെ ഫ്ലോ എന്തായാലും സോഴ്സിലേക്ക് കയറി തിരിച്ച് ആ ലൈൻ വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ ആംബിയറിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാം. ലീക്കേജ് കറണ്ട് 2300 ആയിട്ടാണ് അതിൻ്റെ അത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓവർ കറണ്ട് ട്രിപ്പിംഗ് ഡിവൈസ് വഴിയായിരിക്കും ആ ട്രിപ്പിംഗ്. മൂന്നാമത്തെ കേസിൽ നമ്മുടെ ഫാൾട്ട് കറണ്ട് ഭയങ്കര ഹൈ ആയിരിക്കും. ഐ ടി സിസ്റ്റത്തിൽ ഫാൾട്ട് കറണ്ട് ലീക്കേജ് കറണ്ട് 0 amps എന്ന് പറഞ്ഞ ഇവിടെ കാണാം. രണ്ടാമത്തെ സെക്കൻഡ് ഫാൾട്ട്, അതായത് നമ്മുടെ ഈ സൈഡിലെ ഐ ടി സിസ്റ്റം ഈ സൈഡിലെ ഫാൾട്ട് വരുന്നത് 0 amps ആണ്. അതായത് ഇൻഡിക്കേഷൻ മാത്രം വരെ അതിൽ ട്രിപ്പിംഗ് ഉണ്ടാവില്ല. സെക്കൻഡ് സൈഡ് ഈ സൈഡിൽ ഫാൾട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത കറണ്ട് 2300 അവിടെ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ഡിവൈസ് വഴിയാണ് ട്രിപ്പിംഗ് വരും. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ കുറച്ചുകൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ വ്യക്തമായിട്ട് പറയാം. ഞാൻ ഇതിൻ്റെ ഒരു കറണ്ട് ഫ്ലോ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കറണ്ട് ഫ്ലോ ഈ സൈഡിൽ കറണ്ട് ഫ്ലോ വരുന്ന കാണാം. ID1 എന്ന് പറഞ്ഞ് ഇതിലേക്ക് കയറി തിരിച്ച്
നമ്മുടെ ന്യൂട്രലിലേക്ക് കയറാൻ പോകുന്നതാണ്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂട്രൽ ഇതിൽ ഡയറക്റ്റ് എടുത്തല്ല, പക്ഷേ ഇവിടെ ഇൻഡിക്കേഷൻ ഡിവൈസും ന്യൂട്രലും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇൻഡിക്കേഷൻ ഡിവൈസിലേക്ക് എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് അതിനകത്ത് ഫാൾട്ട് വരുന്നു എന്ന് അറിയാൻ വേണ്ടിയുള്ളതാണ്. അതിൽ ട്രിപ്പിംഗ് ആക്ഷൻ ഒന്നും നടക്കുന്നില്ല. സെക്കൻഡ് ഫാൾട്ട് വരുന്നത് നമ്മുടെ ഇതിൽ കൂടെ കയറി ന്യൂട്രൽ വഴി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുന്നതാണ്. അതിൻ്റെ ഒരു ID2 എന്ന് പറഞ്ഞ ഇവിടെ ലൈൻ പോയേക്കുന്നതാണ്. അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ID2 ഇങ്ങനെ കയറി ഇതുവഴി തിരിഞ്ഞ് ഇങ്ങനെ വരും.